ഇംഗ്ലീഷിൽ എന്തെങ്കിലും സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. മലയാളത്തിലെ ആ ഒരു സെൻറ്റൻസ് അതേപടി ഓരോ വാക്കായി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എന്ത് പറ്റും? ചിലപ്പോൾ അർത്ഥം വരെ മാറിപ്പോവും. കാരണം ഇംഗ്ലീഷിൽ ഓരോ കാര്യങ്ങൾ പറയുന്നതിന് അതിൻ്റേതായിട്ടുള്ളൊരു രീതിയുണ്ട്. ചില ഫ്രേസസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് ഫ്രേസസ് ആണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡെയിലി ലൈഫിൽ ആവശ്യം വരുന്ന തരം ഫ്രേസസും സെൻറ്റൻസസും ആണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഓരോ ഫ്രേസിനും ഒരുപാട് എക്സാമ്പിൾസ് തരാം. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് കേട്ട് എന്നോടൊപ്പം പറഞ്ഞ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. അത് കഴിഞ്ഞ് കുറച്ച് സെൻറ്റൻസസ് നിങ്ങൾ തനിയെ ഉണ്ടാക്കി നോക്കൂ, അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം നിങ്ങൾക്ക് വളരെ ഫ്ലുവൻ്റായി കോൺഫിഡൻ്റായി ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മൾ ആദ്യം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇംഗ്ലീഷിൽ പറയുന്നത്. നിങ്ങൾ നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിച്ചല്ലോ, ഇവിടെ ഞാൻ പറഞ്ഞത് ഞാനത് പറഞ്ഞു എന്നല്ല. ഞാനത് പറഞ്ഞു എന്നായിരുന്നെങ്കിൽ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഐ സെഡ് ദാറ്റ്. ഇങ്ങനെ പറഞ്ഞാൽ പോരെ? ഞാൻ അത് പറഞ്ഞു, ഐ സെഡ് ദാറ്റ്. പക്ഷെ ഇവിടെ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് എന്നാണ്. ഇവിടെ നമ്മൾ പറയുക ദാറ്റ് ഈസ് വാട്ട് ഐ സെഡ് എന്നാണ്. ഈ സെഡ് എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് അറിയാലോ. പറയുക എന്നുള്ളതിന് ടു സേ എന്നാണ് പറയുക. അതിന് പാസ്റ്റ് ടെൻസ് ആണ് നമ്മളിവിടെ സെഡ് എന്ന് പറഞ്ഞത്. പറഞ്ഞത് എന്നല്ലേ, പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് സെഡ്. അപ്പോൾ കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്, ദാറ്റ് ഈസ് വാട്ട് ഐ സെഡ്. പിന്നെ ഈ ദാറ്റ് ഈസ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചുരുക്കി ദാറ്റ്സ് എന്നായിരിക്കും സ്പോക്കൺ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത്. അടുത്തത് നോക്കൂ, അതാണ് ഞാൻ പറയുന്നത്. വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെ അതാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ പ്രസൻറ്റിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്ത് പറയും? അതാണ് എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങിയത്, ഇങ്ങനെ തന്നെയാണ് തുടങ്ങുക. അപ്പോൾ ദാറ്റ്സ്, അപ്പോൾ ഞാനിവിടെ ദാറ്റ്സ് എന്ന് ഷോർട്ട് ഫോമിൽ പറയാം കേട്ടോ. ദാറ്റ്സ് വാട്ട് ഐ. ഇനി എന്ത് പറയണം? പറയുന്നത്. പ്രസൻറ്റ് ടെൻസ് അല്ലേ, അപ്പോൾ ദാറ്റ്സ് വാട്ട് ഐ സേ എന്ന് പറയാം. അല്ലെങ്കിൽ ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ് എന്നും പറയാം. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ്. അടുത്തത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉദ്ദേശിക്കുക എന്നുള്ളതിന് ടു മീൻ എന്ന് പറയും അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് പറയും? ഇങ്ങനെ തന്നെ തുടങ്ങണം. ദാറ്റ്സ് വാട്ട് ഐ. ഉദ്ദേശിക്കുക എന്നുള്ളതിന് മീൻ. ഉദ്ദേശിച്ചത് എന്ന് പറയാൻ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ മെൻറ്റ് എന്നാണ് പറയുക. അപ്പോൾ ദാറ്റ്സ് വാട്ട് ഐ മെൻറ്റ്. ഇങ്ങനെയാണ് നമുക്ക് ഈ സെൻറ്റൻസ് കിട്ടുന്നത്, ദാറ്റ്സ് വാട്ട് ഐ മെൻറ്റ്. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയണമായിരുന്നെങ്കിലോ, ദാറ്റ്സ് വാട്ട് ഐ മീൻ എന്ന് നമ്മൾ പറയും അല്ലേ. ഇനി അതാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ആലോചിക്കുന്നത് അതാണ്, അങ്ങനെ പറയില്ലേ. അപ്പോൾ എന്ത് പറയും? ദാറ്റ്സ് വാട്ട് ഐ. നിങ്ങൾ പറഞ്ഞു നോക്കൂ, ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. അതാണ് ഞാൻ ചിന്തിച്ചത് എന്നായിരുന്നെങ്കിലോ, ദാറ്റ്സ് വാട്ട് ഐ തിങ്കിൻ്റെ പാസ്റ്റ് ടെൻസ് വരണം. അപ്പോൾ ഇതാണ് വാക്ക്, ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? തോട്ട് ആണ്. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അതാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നാണെങ്കിൽ നിങ്ങൾ പറയൂ ദാറ്റ്സ് വാട്ട് ഐ തിങ്ക് എന്ന് പറയും. ചിന്തിച്ചത് എന്ന് പാസ്റ്റ് ടെൻസ് വരണമായിരുന്നെങ്കിൽ ദാറ്റ്സ് വാട്ട് ഐ തോട്ട് എന്നും പറയും. അപ്പോൾ ഈ ടൈപ്പ് സെൻറ്റൻസസ് എങ്ങനെയാണ് പറയുന്നതെന്ന് മനസ്സിലായോ? അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് ദാറ്റ്സ് വാട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി ചേർക്കുക ചെയ്യുന്നത്. ഇനി ഇതൊക്കെ നമ്മളെങ്ങനെ നെഗറ്റീവ് ആയിട്ട് പറയുമെന്ന് നോക്കാം. നമ്മൾ മുൻപ് കണ്ട പല കാര്യങ്ങളും ഞാനിവിടെ നെഗറ്റീവായിട്ട് തന്നിരിക്കുകയാണ്. കണ്ടല്ലോ, അതല്ല ഞാൻ കേട്ടത് എന്നാണ് ഞാനിവിടെ തന്ന ഒരു സെൻറ്റൻസ്. അപ്പോൾ ഈ കേൾക്കുക എന്നുള്ളതിന് ഹിയർ എന്നാണ് പറയുക അല്ലേ, പ്രസൻറ്റ് ടെൻസ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഹേർഡ് ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് പറയുക? ഇവിടെ ഒന്നാമത് നെഗറ്റീവ് ആണല്ലോ, അതല്ല എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ പറയുന്നത് ദാറ്റ് is not what I heard എന്നാണ്. എന്താ വ്യത്യാസം എന്ന് മനസ്സിലായോ? മുൻപ് നമ്മൾ പറഞ്ഞു ദാറ്റ് ഇസ് വാട്ട് ഐ ഹേർഡ് എന്ന് അല്ലേ. നെഗറ്റീവ് അല്ലാതിരുന്നപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്, ദാറ്റ് ഇസ് വാട്ട് ഐ ഹേർഡ്. പക്ഷേ ഇവിടെ നെഗറ്റീവ് ആയപ്പോൾ ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഐ ഹേർഡ്. ഇസ് കഴിഞ്ഞിട്ട് ആൻഡ് നോട്ട് എന്ന നെഗറ്റീവ് വാക്ക് ആഡ് ചെയ്താൽ മതി. അടുത്തത് നോക്കൂ, അതല്ല അവൾ ഉദ്ദേശിച്ചത്. എന്താ പറയുക? ദാറ്റ്സ് നോട്ട്. ഞാനിവിടെ ഷോർട്ടായിട്ട് എഴുതുക കേട്ടോ. ദാറ്റ്സ് നോട്ട് വാട്ട് ഷീ മെൻറ്റ്. മുൻപ് നമ്മൾ കണ്ടില്ലേ, ഉദ്ദേശിക്കുക എന്നുള്ളതിന് മീൻ എന്ന് പറയും, പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് മെൻറ്റ്. ദാറ്റ്സ് നോട്ട് വാട്ട് ഷീ മെൻറ്റ്.
ഇനി അതല്ല സംഭവിച്ചത്. സംഭവിക്കുക എന്നുള്ളതിന് ടു ഹാപ്പൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസ് പറയണം. അപ്പോൾ ഹാപ്പൻഡ് എന്ന് പറയും. എന്നിട്ട് എങ്ങനെ തുടങ്ങും? അതല്ല. അപ്പോൾ ദാറ്റ്സ് നോട്ട് വാട്ട് ഹാപ്പൻഡ്. കേട്ടോ, സംഭവിച്ചത് അതല്ല. ദാറ്റ്സ് നോട്ട് വാട്ട് ഹാപ്പൻഡ്. ഇനി അതല്ല അവൾ പറയുന്നത്. ഇവിടെ പാസ്റ്റ് ടെൻസ് അല്ല കേട്ടോ, ഇപ്പോൾ പറയുന്ന കാര്യം പറയുന്നത്. അപ്പോൾ എന്താ പറയുക? ദാറ്റ്സ് നോട്ട് എന്ന് തന്നെ പറഞ്ഞ് തുടങ്ങും. ദാറ്റ്സ് നോട്ട് വാട്ട് ഷീ സേസ്. മുൻപ് സെഡ് എന്നല്ലേ പറഞ്ഞത്, പറഞ്ഞത് എന്ന് പറയണമെങ്കിൽ. പക്ഷെ ഇവിടെ പറയുന്നത് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് സേ ഉപയോഗിക്കണം. പക്ഷെ വ്യത്യാസം, ഐ ആയിരുന്നെങ്കിൽ ഐ സേ എന്ന് പറഞ്ഞാൽ മതി. ഷീ ആയതുകൊണ്ട് സെസ് എന്ന് പറയണം. ഹി, ഷീ, ഇറ്റ് ഇതിൻ്റെ എല്ലാം കൂടെ പ്രസന്റ് ടെൻസ് പറയുമ്പോൾ വേർബിൻ്റെ കൂടെ നമ്മൾ എസ് ചേർക്കും. അതറിയാലോ, ഇത് സിംഗുലർ ആണ്, ഒന്നേ ഉള്ളൂ. അപ്പോൾ ഷീ സേസ്, ഷീ ഹിയേഴ്സ്, ഷീ നോസ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ കണ്ടല്ലോ, ദാറ്റ്സ് നോട്ട് വാട്ട് ഷീ സേസ്. ഇനി അടുത്തത് നോക്കാം. ഇപ്പം നമ്മൾ ദാറ്റ്സ് വാട്ട് എന്ന ഫ്രേസ് ഉപയോഗിക്കുന്ന തരം സെൻറ്റൻസസ് കണ്ടില്ലേ? അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ഫ്രേസാണ് നമ്മൾ നോക്കുന്നത്. ഇത് നോക്കൂ, അതുകൊണ്ടാണ് ഞാൻ വൈകിയത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തോ ഒരു കാര്യത്തിൻ്റെ കാരണത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? അവിടെ എന്ത് പറയും? അവിടെ ദാറ്റ്സ് വാട്ട് അല്ല, ദാറ്റ്സ് വൈ എന്ന് പറയും. അപ്പോൾ ഇവിടെ തുടങ്ങുന്നത് ദാറ്റ്സ് വൈ ഞാൻ വൈകിയത്, ഐ ഗോട്ട് ലേറ്റ് എന്ന് പറയാം. ദാറ്റ്സ് വൈ ഐ ഗോട്ട് ലേറ്റ്, അല്ലെങ്കിൽ ഐ വാസ് ലേറ്റ് എന്നും പറയാം കേട്ടോ. ഇനി അതുകൊണ്ടാണ് അവൾ കരഞ്ഞത്. അതുകൊണ്ടാണ്, കാരണത്തെക്കുറിച്ചല്ലേ പറയുന്നത്. അപ്പോൾ ദാറ്റ്സ് വൈ എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് വൈ ആണ് കേട്ടോ. ദാറ്റ്സ് വൈ ഷീ ക്രൈഡ്. കരഞ്ഞത്, കരയുക എന്നുള്ളതിന് ക്രൈ എന്ന് പറയും. കരഞ്ഞു, പാസ്റ്റ് ടെൻസ് ആണല്ലോ, അത് ക്രൈഡ് ആവും. അപ്പോൾ ദാറ്റ്സ് വൈ ഷീ ക്രൈഡ്. അപ്പോൾ ഇതോ, അതുകൊണ്ടാണ് അവൻ ദേഷ്യപ്പെട്ടത്. ദാറ്റ്സ് വൈ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ദേഷ്യപ്പെടുക എന്നുള്ളതിന് ടു ബി ആംഗ്രി എന്ന് പറയാം, അല്ലെങ്കിൽ ടു ഗെറ്റ് ആംഗ്രി എന്ന് പറയാം. അപ്പോൾ ദാറ്റ്സ് വൈ ഹി ഗോട്ട് ആംഗ്രി. കണ്ടോ ഈ സെൻറ്റൻസസ് എങ്ങനെയാണ് വന്നതെന്ന്? നമ്മളൊരു കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ, ഒരു റീസണെ കുറിച്ച് പറയുമ്പോൾ അവിടെ ദാറ്റ്സ് വൈ എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള സെൻറ്റൻസസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇതേപോലെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു തരം ഫ്രേസ് കൂടെ നമുക്ക് നോക്കാം, എന്നിട്ട് അടുത്തയിലേക്ക് പോവാം. ഈ സെൻറ്റൻസസ് കാണാമല്ലോ. അങ്ങനെയാണ് ഞാൻ വന്നത്. അങ്ങനെയാണ്, അപ്പോൾ എന്തോ ഒരു കാര്യം ചെയ്ത രീതിയെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ? അവിടെ നമ്മൾ എന്ത് പറയും? ഇവിടെ തുടങ്ങുന്നത് ദാറ്റ് ഈസ് ഹൗ ഐ കെയിം എന്നാണ്. ഞാൻ വന്നത്, ഐ കെയിം. വരിക എന്നുള്ളതിന് കം എന്ന് പറയും, വന്നു, കെയിം ആണ്. അപ്പോൾ അങ്ങനെയാണ്, അതിനാണ് ദാറ്റ്സ് ഹൗ ഐ കെയിം എന്ന് പറയുന്നത്. ഞാൻ എഴുതിയത് ദാറ്റ് ഈസ് എന്നാണ്, ദാറ്റ്സ് തന്നെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണ്, എങ്ങനെ, അങ്ങനെ. അപ്പോൾ ദാറ്റ്സ് ഹൗ, തോന്നുക എന്നുള്ളതിന് ടു ഫീൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ദാറ്റ്സ് ഹൗ ഐ ഫീൽ. ഇനി അങ്ങനെയാണ് എനിക്ക് തോന്നിയത് എന്ന് പറയണമായിരുന്നെങ്കിലോ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. അപ്പോൾ എന്ത് പറയും? ഫീൽ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫെൽറ്റ് ആണ്. അപ്പോൾ ഇവിടെ വരും ദാറ്റ്സ് ഹൗ ഐ ഫെൽറ്റ്. പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ, V2 ഫോമാണ് ഫീലിൻ്റെ. ദാറ്റ്സ് ഹൗ ഐ ഫെൽറ്റ്, തോന്നിയത് എന്ന് പറയാം. ദാറ്റ്സ് ഹൗ ഐ ഫീൽ, തോന്നുന്നത് എന്ന് പറയാം. ഇനി അവിടെയാണ് ഞാൻ കഴിയുന്നത്. ഇവിടെ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞേ, അവിടെയാണ്. അപ്പോൾ ഏതോ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയുക? ദാറ്റ് ഇസ് എന്ന് തന്നെ പറഞ്ഞ് തുടങ്ങും. അപ്പോൾ ദാറ്റ് ഇസിൻ്റെ ഷോർട്ട് ഫോം ദാറ്റ്സ്, അവിടെയാണ്. അപ്പോൾ ദാറ്റ്സ് വേർ. കണ്ടോ ഇവിടെ വന്ന് കണ്ടോ? മുൻപ് നമ്മൾ കാരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദാറ്റ്സ് വൈ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ ദാറ്റ്സ് ഹൗ എന്ന് പറഞ്ഞു. ഇനി അവിടെയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ദാറ്റ് ഇസ് വേർ ഐ ലിവ്. കഴിയുക എന്ന് വെച്ചാൽ ഞാനിവിടെ ഉദ്ദേശിച്ചത് താമസിക്കുക, ജീവിക്കുക എന്നൊക്കെയാണ് കേട്ടോ. ദാറ്റ്സ് വേർ ഐ ലിവ്. കണ്ടോ, ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് നമ്മൾ വേർ എന്ന് പറഞ്ഞു. ഇനി അടുത്തത്, അവിടെയാണ് അവൾ ജോലി ചെയ്യുന്നത്. എന്ത് പറയും? ഇതേപോലെ തന്നെ ദാറ്റ്സ് വേർ. നിങ്ങൾ പറയൂ, ദാറ്റ്സ് വേർ അവൾ ജോലി ചെയ്യുന്നത്. ഷീ, ജോലി ചെയ്യുക എന്നുള്ളതിന് വർക്ക് എന്നല്ലേ പറയുന്നത്, ടു വർക്ക്. അപ്പോൾ എന്താ പറയുക? ഇവിടെ പ്രസന്റ് ടെൻസ് ആണ് അല്ലേ, ജോലി ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദാറ്റ്സ് വേ ഷീ വർക്ക് എന്ന് പറഞ്ഞാൽ മതിയോ? ഷീ ആയതുകൊണ്ട്, ഷീ സിംഗുലർ അല്ലേ, ഒരാളല്ലേ ഉള്ളൂ. ദാറ്റ്സ് വേ ഷീ വർക്ക്സ്. ദാറ്റ്സ് വേ ഹീ വർക്ക്സ്. ദാറ്റ്സ് വേ ഐ വർക്ക്. ഐ ആണെങ്കിൽ
വർക്ക് എന്ന് പറയും. വി ആണെങ്കിലും വർക്ക് എന്ന് പറയും. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സെൻറ്റൻസസ് എങ്ങനെ വരുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോഴാണ് അത് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് അല്ലെങ്കിൽ അവിടെയാണെന്നൊന്നുമല്ല പറഞ്ഞത്, അപ്പോഴാണ്. അപ്പോൾ നമ്മളൊരു സമയത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. സമയത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ് ഇംഗ്ലീഷിൽ? വെൻ അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ദാറ്റ് ഇസ് എന്ന് തന്നെ പറഞ്ഞു തുടങ്ങണം. ദാറ്റ് ഇസ് വെൻ എന്ത്? അത് സംഭവിച്ചത്. ഇറ്റ് ഹാപ്പൻഡ്. സംഭവിക്കുക എന്നുള്ളതിന് ഹാപ്പൻ എന്ന് പറയാമല്ലോ. അപ്പോൾ സംഭവിച്ചത് പാസ്റ്റ് ടെൻസ് ആണ്. ദാറ്റ്സ് വെൻ ഇറ്റ് ഹാപ്പൻഡ്. ഇനി അപ്പോഴാണ് അവർ എത്തിയത്. എത്തുക എന്നുള്ളതിന് ടു റീച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ടു അറൈവ്. ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുക എന്നൊക്കെ പറയില്ലേ, അതിന് ടു അറൈവ് എന്ന് പറയാം. അപ്പോൾ എന്ത് പറയും? ദാറ്റ്സ് വെൻ അവർ ദേ അറൈവ്ഡ്. കണ്ടോ എങ്ങനെയാണ് ആ തുടക്കം അനുസരിച്ച് നമ്മൾ സെൻറ്റൻസസ് മാറ്റി മാറ്റി പറയുന്നതെന്ന്. ഇനി നമ്മൾ അടുത്ത ഫ്രേസ് നോക്കുക കേട്ടോ. നോക്കൂ, അയാളുടെ ജോലി നഷ്ടപ്പെട്ടത് കഷ്ടമായി പോയി. ഇങ്ങനെ നമ്മൾ പറയാറില്ലേ, അത് വളരെ കഷ്ടമായി പോയി, നിർഭാഗ്യകരമായി പോയി എന്നൊക്കെ. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. വളരെ കോമൺ ആയിട്ടുള്ളൊരു ഫ്രേസ് നമ്മളിവിടെ യൂസ് ചെയ്യാറുണ്ട്. നോക്കൂ, ഞാനിവിടെ തുടങ്ങുന്നത് ഇറ്റ്സ് ടു ബാഡ്. അപ്പോൾ കഷ്ടമായി പോയി എന്ന് പറഞ്ഞില്ലേ, അതിനാണ് ഞാനിവിടെ ഇറ്റ്സ് ടു ബാഡ് എന്ന് പറഞ്ഞത്. എന്താണ് കഷ്ടമായി പോയത്? അയാളുടെ ജോലി നഷ്ടപ്പെട്ടത്. അപ്പോൾ അവിടെ ഞാൻ പറയുന്നത് ഇറ്റ്സ് ടു ബാഡ് ദാറ്റ് ഹി ലോസ്റ്റ് ഹിസ് ജോബ്. ജോലി നഷ്ടപ്പെട്ടു എന്നല്ലേ പറയുന്നത്. നഷ്ടപ്പെടുക എന്നുള്ളതിന് ടു ലൂസ് എന്ന് പറയും. പക്ഷേ ഇവിടെ ലോസ്റ്റ്, നഷ്ടപ്പെട്ടു, പാസ്റ്റ് ടെൻസ് ആണ്. ഇറ്റ്സ് ടു ബാഡ് ദാറ്റ് ഹി ലോസ്റ്റ് ഹിസ് ജോബ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം വേണമെങ്കിൽ ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ്സ് സോ സാഡ് എന്ന് പറയാം. പക്ഷേ അതിലുമൊക്കെ വളരെ നാച്ചുറലായിട്ട് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഫ്രേസ് ആയിരിക്കും. ഇറ്റ്സ് ടു ബാഡ് ദാറ്റ് ദിസ് ഹാപ്പൻഡ്. ഇനി അടുത്തത്, അവർ പരിപാടി റദ്ദാക്കിയത് കഷ്ടമായി പോയി. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തുടങ്ങുന്നത് എപ്പോഴും ഇറ്റ്സ് ടു ബാഡ് എന്നാണല്ലോ. അപ്പോൾ ഇറ്റ്സ് ടു ബാഡ്, എന്താണ് കഷ്ടമായി പോയത്? അവർ പരിപാടി റദ്ദാക്കിയത്. റദ്ദാക്കുക എന്നുള്ളതിന് ടു ക്യാൻസൽ എന്ന് പറയാം. പിന്നെ പരിപാടി എന്നുള്ളതിന് ടു ദ പ്രോഗ്രാം എന്നോ അല്ലെങ്കിൽ ഷോ എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ എന്താ പറയുക? ഇറ്റ്സ് ടു ബാഡ് ദാറ്റ്, അവരല്ലേ അത് ചെയ്തത്, ദാറ്റ് ദേ ക്യാൻസൽഡ് ദ ഷോ. കണ്ടോ, ഇറ്റ്സ് ടു ബാഡ് ദാറ്റ് ദേ ക്യാൻസൽഡ് ദ ഷോ. അടുത്തത്, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകാത്തത് കഷ്ടമാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ടല്ലേ, കഷ്ടമാണ് നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവാത്തതെന്ന്. എന്താ പറയുക? ഇറ്റ്സ് ടു ബാഡ്. ശ്രമിച്ചു നോക്കൂ. ഇറ്റ്സ് ടു ബാഡ്, എന്താണ് മനസ്സിലാകാത്തത്? ഞാൻ പറയുന്നത്. ആർക്ക്? നിനക്ക്. അപ്പം അതെങ്ങനെ പറയും? ഇറ്റ്സ് ടു ബാഡ് ദാറ്റ്, ഞാൻ പറയുന്നത് നോക്കൂ കേട്ടോ, യു ഡോണ്ട് ഗെറ്റ് മീ. എങ്ങനെയാണ് ഈ യു ഡോണ്ട് ഗെറ്റ് മീ എന്ന് കിട്ടിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്നെ മനസ്സിലാക്കുക എന്നുള്ളതിന് ടു അണ്ടർസ്റ്റാൻഡ് മീ എന്ന് പറയാം. പക്ഷെ അതിലും കുറച്ചുകൂടെ നാച്ചുറലായിട്ട് തോന്നുക ടു ഗെറ്റ് മീ എന്ന് പറയുന്നതാണ്. എന്നുവെച്ചാൽ എന്നെ കിട്ടുക എന്നല്ല, എന്നെ മനസ്സിലാക്കുക എന്ന് തന്നെയാണ് അവിടെ അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാകാത്തത് എന്നല്ലേ. അപ്പോൾ അവിടെ പ്രസൻറ്റ് ടെൻസിലാണ് കാര്യം പറയുന്നത്, അത് നെഗറ്റീവുമാണ്. നെഗറ്റീവ് ആക്കാനാണ് യു ഡോണ്ട് ഗെറ്റ് മീ എന്ന് പറയുന്നത്. ഇറ്റ്സ് ടു ബാഡ് ദാറ്റ് യു ഡോണ്ട് ഗെറ്റ് മീ. അപ്പോൾ ഇങ്ങനെ പറയണമെങ്കിലോ, നീ എന്നെ സഹായിക്കാത്തത് കഷ്ടമാണ്. ഇതേപോലെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഇറ്റ്സ് ടു ബാഡ് ദാറ്റ് യു ഡോണ്ട് ഹെൽപ്പ് മീ. അവിടെ സഹായിക്കുക എന്നല്ലേ, അവിടെ ഹെൽപ്പ് എന്ന് പറയണം. അപ്പോൾ യു ഡോണ്ട് ഗെറ്റ് മീക്ക് പകരം യു ഡോണ്ട് ഹെൽപ്പ് മീ. ഇതേപോലെ ഒന്ന് രണ്ട് സെൻറ്റൻസസ് കൂടെ തരാം. ഈ സെൻറ്റൻസസ് ഒക്കെ നമുക്ക് ഒരുമിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കൂ, നീ നാളെ വരില്ല എന്നത് കഷ്ടമാണ്. അപ്പോൾ ഇതല്ലേ നമ്മൾ ആദ്യം പറയുന്നത്. എന്താ പറയുക? ഇറ്റ്സ് ടു ബാഡ്. ആ ഫ്രേസ് അങ്ങനെ തന്നെയാണ് വരിക. എന്നിട്ട് എന്ത് പറയണം? നീ നാളെ വരില്ല. നാളത്തെ കാര്യം പറയുന്നത് കേട്ടോ, ഫ്യൂച്ചറിലാണ്. എന്ത് പറയും? ഇറ്റ്സ് ടു ബാഡ് ദാറ്റ് യു വോണ്ട് കം ടുമോറോ. ഈ വോണ്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? വിൽ നോട്ട് ആണ് ഈ വോണ്ട്. വിൽ നോട്ടിനാണ് നമ്മൾ ഷോർട്ടായിട്ട് വോണ്ട് എന്ന് പറയുന്നത്, അതറിയാമല്ലോ. അപ്പോൾ നാളെ വരില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് യു വോണ്ട് എന്ന് പറഞ്ഞത്. ഇറ്റ്സ് ടു ബാഡ് ദാറ്റ് യു വോണ്ട് കം ടുമോറോ. അടുത്തത്, അവൾക്ക് സമയത്ത് എത്താൻ പറ്റാതിരുന്നത് കഷ്ടമായി പോയി. എത്താൻ കഴിയാതിരുന്നത് എന്നാണ് പറയുന്നത്, പാസ്റ്റ് ടെൻസ് ആണ്. പക്ഷെ ആദ്യം നമുക്ക് ഇത് പറയാം. ഇറ്റ്സ് ടു ബാഡ്, എന്താണ് കഷ്ടമായി പോയത്? അവൾക്ക് സമയത്ത് എത്താൻ പറ്റാതിരുന്നത്. എന്ത് പറയും? ദാറ്റ്
ഷീ കുഡിൻറ്റ്, കഴിയാതിരുന്നത്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അവിടെ കാൺട്ട് എന്നല്ല പറയുന്നത്, കുഡിൻറ്റ് എന്നാണ്. ഇറ്റ്സ് ടു ബാഡ് ദറ്റ് ഷീ കുഡിൻറ്റ് റീച്ച്, അല്ലെങ്കിൽ ഷീ കുഡിൻറ്റ് അറൈവ് ഓൺ ടൈം. കണ്ടോ? ഇനി അടുത്തത്, അവന് പരീക്ഷ പാസ്സാകാൻ കഴിയാതിരുന്നത് കഷ്ടമായി പോയി. ഇതേപോലൊരു സെൻറ്റൻസ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. അപ്പോൾ ഇങ്ങനെ തുടങ്ങണം. എന്ത് പറയും? ഇറ്റ്സ് ടു ബാഡ്, എന്ത്, അവന് പരീക്ഷ പാസ്സാകാൻ കഴിയാതിരുന്നത്. അതിനൊന്നില്ലെങ്കിൽ ദാറ്റ് ഹി കുഡിൻറ്റ് പാസ് ദ ടെസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹി കുഡിൻറ്റ് ക്ലിയർ ദ ടെസ്റ്റ് എന്ന് പറയാം. ഹി കുഡിൻറ്റ് പാസ് ദ ടെസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള സെൻറ്റൻസസ് ഫോം ചെയ്യുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ടു ബാഡ് എന്നാണ്. ഇവിടെ ഇറ്റ്സ് വെരി ബാഡ് എന്ന് പറഞ്ഞാൽ അർത്ഥത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അവിടെ അയാൾ ആ കാര്യം ചെയ്തത് ശരിയായില്ല, ഭംഗിയായില്ല എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇവിടെ നമ്മൾ അതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. അത് കഷ്ടമായി പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളോട് നമ്മുടെ ആ ഒരു എംപതി കാണിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇറ്റ്സ് ടു ബാഡ് എന്ന് തന്നെ പറയണം, വെരി അല്ല കേട്ടോ പറയേണ്ടത്. വളരെ കോമൺ ആയി നമുക്ക് ആവശ്യം വരുന്ന വേറൊരു ഫ്രേസാണ് നമ്മളിനി കാണുന്നത് കേട്ടോ. നോക്കൂ, പാസ്റ്റിനെ പറ്റി ചിന്തിക്കാതിരിക്കാൻ എനിക്കാവുന്നില്ല. അതായത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ, അങ്ങനെ ചിന്തിക്കുന്നത് കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നല്ലേ നമ്മളോട് പറയുന്നത്. ആ ഒരു അർത്ഥം ഇംഗ്ലീഷിൽ കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നൊരു ഫ്രേസ് ഉണ്ട്, കാൺട്ട് ഹെൽപ്പ് ഡൂയിങ് സംതിങ്. അപ്പോൾ ഇവിടെ എങ്ങനെ ഉപയോഗിക്കുക നോക്കാം. ഇവിടെ എന്നെക്കുറിച്ചല്ലേ പറയുന്നത്, എനിക്കാവുന്നില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഐ എന്ന് പറഞ്ഞ് തുടങ്ങും. ഇനി പറയുന്നത് ഐ കാൺട്ട് ഹെൽപ്പ്, എന്താണ് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്തത്, പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഐ കാൺട്ട് ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് ദ പാസ്റ്റ്. കണ്ടോ? ഐ കാൺട്ട് ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് ദ പാസ്റ്റ്. അടുത്തത് നോക്കൂ, ചിരിക്കാതിരിക്കാൻ എനിക്കാവുന്നില്ല. അങ്ങനെ ചിരിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ പോലും അത് നിർത്താൻ, അത് കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു പെരുമാറ്റം, ഒരു ബിഹേവിയർ നമുക്ക് നിർത്താൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. എന്താ പറയുക? ഐ കാൺട്ട് ഹെൽപ്പ് എന്ത്, ചിരിക്കുന്നത്. ഐ കാൺട്ട് ഹെൽപ്പ് ലാഫിങ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ആദ്യത്തെ സെൻറ്റൻസിൽ പറഞ്ഞത് ഐ കാൺട്ട് ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് ദ പാസ്റ്റ്. ആ വേർബിൻ്റെ കൂടെ ING ഫോം വന്നു, കണ്ടല്ലോ. ഇനി ഐ കാൺട്ട് ഹെൽപ്പ് ലാഫിങ്, ചിരിക്കുന്നത് നിർത്താൻ എനിക്ക് സാധിക്കുന്നില്ല. ഐ കാൺട്ട് ഹെൽപ്പ് ലാഫിങ്. അപ്പോൾ കാൺട്ട് ഹെൽപ്പ് എന്ന ഈ ഫ്രേസ് കഴിഞ്ഞ് വരുന്നത് വേർബിൻ്റെ ING ഫോം ആയിരിക്കണം. അടുത്തത് നോക്കൂ, ഇത്രയും കഴിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതായത് ഇത്രയും ഭക്ഷണം കഴിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പം എന്ത് പറയും? ഐ കാൺട്ട് ഹെൽപ്പ്, കഴിക്കുക എന്നുള്ളതിന് എന്താ നമ്മൾ പറയുക? ഈറ്റ് എന്നല്ലേ. അപ്പോൾ ഇവിടെ ING വരണം. ഐ കാൺട്ട് ഹെൽപ്പ് ഈറ്റിംഗ് സോ മച്ച്, ഇത്രയും ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഐ കാൺട്ട് ഹെൽപ്പ് ഈറ്റിംഗ് സോ മച്ച്. കണ്ടോ? ഇനി ഇതേപോലെ കുറച്ച് സെൻറ്റൻസസ് കൊടുത്തരാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാണാമല്ലോ നിങ്ങൾ സെൻറ്റൻസസ്. നഖം കടിക്കുന്നത് നിർത്തൂ എന്ന് ആരെങ്കിലും നമ്മളോട് പറയുകയാണെന്നിരിക്കട്ടെ. അപ്പം നമ്മൾ പറയാണ് എനിക്കത് പറ്റുന്നില്ല. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? നഖം കടിക്കുന്നത് നിർത്തൂ എന്ന് എങ്ങനെ പറയും? സ്റ്റോപ്പ് ബൈറ്റിംഗ് യുവർ നെയിൽസ് എന്ന് പറയും അല്ലേ. ഞാൻ വേണമെങ്കിൽ അതിവിടെ എഴുതാം, സ്റ്റോപ്പ് ബൈറ്റിംഗ് യുവർ നെയിൽസ്. ഇതാണ് നമ്മളോട് ഒരാൾ ആവശ്യപ്പെട്ടത്. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണെന്ന് ശ്രദ്ധിച്ചോ? എനിക്ക് അത് പറ്റുന്നില്ല. എന്ത് പറ്റുന്നില്ല എന്ന്? നഖം കടിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ മലയാളത്തിലും അത് എന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? എനിക്ക് പറ്റുന്നില്ല, ഐ കാൺട്ട് ഹെൽപ്പ് ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി. കാരണം ഇവിടെ ഓൾറെഡി നമുക്ക് ബൈറ്റിംഗ് യുവർ നെയിൽസ് വന്നിട്ടുണ്ട്, സ്റ്റോപ്പ് ബൈറ്റിംഗ് യുവർ നെയിൽസ്. അപ്പോൾ നമ്മൾ വീണ്ടും ഐ കാൺട്ട് സ്റ്റോപ്പ് ബൈറ്റിംഗ് മൈ നെയിൽസ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഐ കാൺട്ട് ഹെൽപ്പ് ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിന് പകരമാണ് നമ്മളിവിടെ ഇറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത് നോക്കൂ, കരയാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു, പക്ഷേ എനിക്കത് പറ്റുന്നില്ല. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? കരയാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു, ഐ ട്രൈഡ് നോട്ട് ടു ക്രൈ. കരയാതിരിക്കാൻ എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഐ ട്രൈഡ് നോട്ട് ടു ക്രൈ. അത് കഴിഞ്ഞെന്താ വന്നേ? പക്ഷേ എനിക്കത് പറ്റുന്നില്ല. എന്ത് പറ്റുന്നില്ല? കരയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന്. അപ്പോൾ കരയാതിരിക്കാൻ എന്ന് വീണ്ടും പറയാതിരിക്കാനാണ് ഞാൻ അത് എന്ന് ഇവിടെ പറഞ്ഞത്. ഇതേപോലെ ഇംഗ്ലീഷിൽ പറയണം. എന്താ പറയുക? പക്ഷേ, ബട്ട് ഐ കാൺട്ട് ഹെൽപ്പ് ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി. വീണ്ടും ഐ കാൺട്ട് ഹെൽപ്പ് ക്രൈയിങ് എന്ന് ഇവിടെ പറയേണ്ട കാര്യമില്ല. അതിവിടെ ഓൾറെഡി നമ്മളൊരു പ്രാവശ്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് ബട്ട് ഐ കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. അപ്പോൾ ഒരേ കാര്യം വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമ്പോഴാണ് അതിന് പകരം ഇറ്റ് എന്നിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കത് മനസ്സിലായല്ലോ?
രണ്ട് സിമ്പിൾ സെൻറ്റൻസസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്യൂ. വിഷമിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്തിനെങ്കിലും കുറിച്ച് ഓർത്ത് വിഷമിക്കുക എന്നുള്ളതിന് ടു വറി എന്ന് പറയാം. ഇവിടെ എന്ത് പറയും? ഐ കാൺട്ട് ഹെൽപ്പ്. വിഷമിക്കുക വറിയാണ്. അപ്പോൾ ഇവിടെ ING ചേർക്കണ്ടേ? എന്ത് പറയും? ഐ കാൺട്ട് ഹെൽപ്പ് വറിയിങ്. കിട്ടിയോ അത്? ഇനി അടുത്തത്, സംസാരിക്കാതിരിക്കാൻ അവന് സാധിക്കുന്നില്ല. ഇവിടെ അവനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഹീ എന്ന് പറയണം അല്ലേ? എന്ത് പറയും? ഹി കാൺട്ട് ഹെൽപ്പ്. സംസാരിക്കുക ടോക്കാണ്. എന്ത് പറയും? ഹി കാൺട്ട് ഹെൽപ്പ് ടോക്കിംഗ്. ING വന്നത് കണ്ടല്ലോ രണ്ട് സെൻറ്റൻസസിലും. നമുക്ക് അടുത്ത ഫ്രേസ് നോക്കാം. നോക്കൂ, ബസ് ഇതാ ഇപ്പോൾ വിടും. ഇങ്ങനെ നമ്മൾ പറയാറില്ലേ? ബസ് ഇതാ പോവാണ്, ഇത് ഇപ്പോൾ വിടുന്നു. ആ ഒരു അർത്ഥം കിട്ടാൻ, ഇപ്പോൾ എന്നൊരർത്ഥം കിട്ടാൻ നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാവുന്നൊരു ഫ്രേസ് ഉണ്ട്, അബൌട്ട് ടു. അപ്പോൾ ഇവിടെ എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം. ബസ്സിനെ പറ്റിയല്ലേ പറയുന്നത്? അപ്പോൾ ദ ബസ് ഇസ് അബൌട്ട് ടു ലീവ്. വിടുക, ആ സ്റ്റാൻഡിൽ നിന്ന് പോവുക എന്നൊരർത്ഥത്തിൽ ടു ലീവ് എന്ന് പറയാമല്ലോ. അപ്പോൾ ദ ബസ് ഇസ് അബൌട്ട് ടു ലീവ്. അടുത്തത്, ദാ മൂവി തുടങ്ങാറായി. ഇതിപ്പോൾ മൂവി തുടങ്ങും എന്നാണ് പറയുന്നത്. അപ്പം എന്താ പറയുക? ദ മൂവി, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ദ മൂവി ഇസ് അബൌട്ട് ടു സ്റ്റാർട്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് അബൌട്ട് ടു ബിഗിൻ എന്ന് പറയാം. സ്റ്റാർട്ട് അല്ലെങ്കിൽ ബിഗിൻ രണ്ടും പോസിബിളാണ് അവിടെ. ദ മൂവി ഇസ് അബൌട്ട് ടു സ്റ്റാർട്ട്. അടുത്തത്, മഴ ഇപ്പം പെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ മഴയെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ദ റെയിൻ എന്ന് പറഞ്ഞ് തുടങ്ങണ്ട. അതിന് പകരം ഇറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങാം. എന്ത് പറയും? ഇറ്റ് ഇസ് അബൌട്ട് ടു റെയിൻ. മഴ പെയ്യുക എന്നുള്ളതിനും ടു റെയിൻ എന്നാണല്ലോ പറയുക. അപ്പോൾ ഇറ്റ് ഇസ് അബൌട്ട് ടു റെയിൻ. കണ്ടോ? ഇതാ ഇപ്പോൾ തുടങ്ങുകയാണ്, ഉടനെ തന്നെ വളരെ പെട്ടെന്ന് തുടങ്ങാൻ പോവുകയാണ്. ഇറ്റ്സ് അബൌട്ട് ടു റെയിൻ. ഇനി അടുത്തത്, ഞങ്ങളിതാ അടയ്ക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോറിലേക്ക്, അതായത് ഒരു ഷോപ്പിലേക്ക് കയറി ചെന്നിരിക്കട്ടെ. അപ്പോൾ അവർ പറയാണ് സമയം കഴിഞ്ഞു, ഞങ്ങൾ ഇതാ ഉടനെ തന്നെ കട അടയ്ക്കുകയാണ്. അപ്പോൾ എന്താ പറയുക? ഞങ്ങൾ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ വി എന്ന് പറഞ്ഞ് തുടങ്ങണം. വി ആർ അബൌട്ട് ടു ക്ലോസ്. അടയ്ക്കുകയല്ലേ, അതുകൊണ്ട് ക്ലോസ് എന്നാണ് പറയുന്നത്. വി ആർ അബൌട്ട് ടു ക്ലോസ് എന്നർത്ഥം. ഇനി ഇതൊക്കെ പാസ്റ്റിൽ വരുമ്പോൾ എങ്ങനെ പറയുന്നു നമുക്ക് നോക്കാം. കാണാമല്ലോ, ഈ സെൻറ്റൻസസ് എല്ലാം പാസ്റ്റിലാണ് വന്നിരിക്കുന്നത്. നോക്കൂ, ഞാനത് പറയാൻ പോവുകയായിരുന്നു. അവിടെ നമ്മളത് ഉടനെ ചെയ്യാൻ പോവുകയായിരുന്നു. പാസ്റ്റിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്ത് പറയും? ഐ വാസ് അബൌട്ട് ടു സേ ദാറ്റ്. കണ്ടോ? ഇവിടെ പാസ്റ്റിലായതുകൊണ്ട് ഐ ആം എന്നല്ല പറഞ്ഞത്, ഐ വാസ് അബൌട്ട് ടു സേ ദാറ്റ്. ഇനി ഞാൻ നിന്നെ വിളിക്കാൻ പോവായിരുന്നു. ഇതാ ഇപ്പോൾ വിളിച്ചെന്നെ, വിളിക്കാനോട് പോവായിരുന്നു. എന്ത് പറയും? ഐ വാസ് അബൌട്ട് ടു കോൾ യു. കണ്ടല്ലോ? അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഐ വാസ് ജസ്റ്റ് അബൌട്ട് ടു കോൾ യു എന്ന് പറയാട്ടോ. ഇതാ ഇപ്പം അങ്ങോട്ട് വിളിക്കാൻ പോവായിരുന്നു. ഐ വാസ് ജസ്റ്റ് അബൌട്ട് ടു കോൾ യു, അങ്ങനെയും പറയാം. ഇനി അയാൾ ദാ ഇറങ്ങാൻ പോവുകയായിരുന്നു. അതെങ്ങനെ പറയും? അയാളെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പോൾ ഹീ വാസ് അബൌട്ട് ടു ലീവ്. എവിടെന്നെങ്കിലും ഇറങ്ങുക എന്നുള്ളതിന് ടു ലീവ് എന്ന് പറയാമല്ലോ. ഹീ വാസ് അബൌട്ട് ടു ലീവ്. ഇവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു സംശയം തോന്നിയേക്കാം, ഇറങ്ങാൻ പോവുകയായിരുന്നു എന്ന് പറയാൻ ഹി വാസ് ഗോയിങ് ടു ലീവ് എന്ന് പറഞ്ഞാലും പോരെയെന്ന്. അപ്പോൾ അവിടെയാണ് ആ അർത്ഥത്തിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അയാളിതാ ഇപ്പം തന്നെ ഇറങ്ങുമായിരുന്നു എന്നാണല്ലോ. ഉടനെ തന്നെ ചെയ്യുമായിരുന്നു. ചിലപ്പോൾ അയാളത് പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നായിരിക്കും. അങ്ങനെ ഇമീഡിയറ്റ് ആയിട്ട് ഇപ്പം തന്നെ ചെയ്യുമായിരുന്നു എന്നുള്ളൊരർത്ഥം കിട്ടാനാണ് നമ്മൾ ഇവിടെ ഹി വാസ് അബൌട്ട് ടു ലീവ് എന്ന് പറയുന്നത്. അവിടെ ഹി വാസ് ഗോയിങ് ടു ലീവ് എന്ന് പറഞ്ഞാൽ ആ സെയിം അർത്ഥം കിട്ടില്ല. ഇനി നമ്മൾ നോക്കുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ നമ്മളൊരു ആശ പോലെ, ഒരാഗ്രഹം പോലെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള വിഷസിനെ പറ്റി എങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിങ്ങനെ അല്ല, നമ്മൾ വെറുതെ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന്. പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന സെൻറ്റൻസസ് എല്ലാം പ്രസൻറ്റിലെ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് പാസ്റ്റിൽ ഇങ്ങനെ നടന്നിരുന്നെങ്കിൽ എന്നല്ല നമ്മൾ പറയുന്നത്, ഇങ്ങനെ ഒരു കാര്യം ഫ്യൂച്ചറിൽ നടന്നിരുന്നെങ്കിൽ എന്നാണ്. പക്ഷേ ഇത് നടക്കില്ല, സംഭവിക്കാൻ സാധ്യതയില്ല എന്നറിഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ വിഷ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കുന്നത് കേട്ടോ. ആദ്യത്തേത് നോക്കൂ, എനിക്ക് ഫ്രഞ്ച് അറിയാമായിരുന്നെങ്കിൽ. അപ്പോൾ എനിക്ക് ഫ്രഞ്ച് അറിയില്ല, ഞാൻ ഫ്രഞ്ച് പഠിക്കുന്നില്ല, പഠിക്കാനൊട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല. അപ്പോൾ ഇത് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുന്നതെന്ന് അറിയാമോ? ഐ വിഷ്, ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ്, ഐ വിഷ് ഐ ന്യൂ ഫ്രഞ്ച്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇപ്പോൾ എനിക്കറിയാമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പിന്നീട് എനിക്കറിയാമായിരുന്നെങ്കിൽ എന്തുവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ പ്രസൻറ്റിലെയോ ഫ്യൂച്ചറിലെയോ കാര്യത്തെക്കുറിച്ച്, നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത് നോക്കൂ, ഐ വിഷ് ഐ ന്യൂ ഫ്രഞ്ച്. പാസ്റ്റിലാണ് നമ്മൾ വേർബ് പറയുന്നത്. ഇപ്പോൾ പ്രസൻറ്റിലെ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ടെൻസ് പുറകിലേക്കാണ് നമ്മൾ പോകുന്നത്. വേർബ് വരുന്നത് പാസ്റ്റിലാണ്. ഐ വിഷ് ഐ ന്യൂ ഫ്രഞ്ച്. ഇനി ഞാൻ സിറ്റിയിലാണ് താമസിച്ചിരുന്നതെങ്കിൽ, അപ്പോൾ ഇപ്പോൾ ഞാൻ ടൗണിലല്ല, ഒരു നഗരത്തിലല്ല താമസിക്കുന്നത്, ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. പിന്നെ നടക്കാൻ യാതൊരു സാധ്യതയില്ല, എനിക്ക് ഇങ്ങോട്ട് വീട് മാറാനൊന്നും പറ്റില്ല, പക്ഷെ ഞാൻ വെറുതെ ഇങ്ങനെ ആശിച്ചു പോവുകയാണ്. അപ്പോൾ എന്താ ഞാൻ പറയുക? ഐ വിഷ്, താമസിക്കുക, കഴിയുക, ജീവിക്കുക എന്നൊക്കെ ഉള്ളതിന് ലിവ് എന്ന് പറയാമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ കാര്യത്തെക്കുറിച്ച് ഞാനിങ്ങനെ വെറുതെ ആശിക്കുകയാണ്, പ്രസൻറ്റിലെ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ എന്താ ഞാൻ ഉപയോഗിക്കുക? ഇതിന് പാസ്റ്റ് ടെൻസ് ആണ്. ഐ വിഷ് ഐ ലിവ്ഡ് ഇൻ എ സിറ്റി. കണ്ടോ? ഐ വിഷ് ഐ ലിവ്ഡ് ഇൻ എ സിറ്റി. പണ്ട് താമസിച്ചിരുന്നെങ്കിൽ നല്ലതാണ് ഉദ്ദേശിച്ചത്, ഇപ്പോൾ താമസിച്ചിരുന്നെങ്കിൽ. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം വെറുതെ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഐ വിഷ് ഐ ലിവ്ഡ് ഇൻ എ സിറ്റി. അടുത്തത്, എനിക്ക് കൂടുതൽ ഉയരം ഉണ്ടായിരുന്നെങ്കിൽ. എനിക്ക് ഇത്രേ ഉയരേ ഉള്ളൂ, അപ്പോൾ ഇതിൽ കൂടുതൽ ഉയരം കൂട്ടാൻ എനിക്കിപ്പോൾ സാധിക്കില്ലല്ലോ, അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ എന്താ പറയുക? ഐ വിഷ്, കൂടുതൽ ഉയരം ഉണ്ടാവുക എന്നുള്ളതിന് ടു ബി ടോളർ എന്ന് പറയാം അല്ലേ. അപ്പോൾ എന്താ പറയുന്നത് നോക്കൂട്ടോ. ഐ വിഷ് ഐ വർ ടോളർ. കൂടുതൽ ഉയരം ഉണ്ടായിരുന്നെങ്കിൽ. പാസ്റ്റ് ടെൻസ് ആണ് പറഞ്ഞത്, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഐ വിഷ് ഐ വാസ് എന്ന് പറഞ്ഞാൽ മതി, ഐ വർ അല്ലല്ലോ പറയേണ്ടത്. പക്ഷെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിഷ് ഉപയോഗിച്ച് ഇങ്ങനെയുള്ള സെൻറ്റൻസസ് പറയുമ്പോൾ നമ്മൾ സാധാരണ ഏത് തരം സബ്ജക്റ്റ് ആണെങ്കിലും അത് കഴിഞ്ഞ് വേർ ആണ് യൂസ് ചെയ്യുക. ഹി ആണെങ്കിലും ഷീ ആണെങ്കിലും ഒക്കെ വേർ ആണ് യൂസ് ചെയ്യുക, അത് ഫോർമലായിട്ട് പറയുമ്പോൾ. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ വാസ് എന്നും പറയാം. അപ്പോൾ ഐ വിഷ് ഐ വർ ടോളർ എന്ന് ഗ്രാമറൊക്കെ ആലോചിച്ച് പറയുമ്പോൾ, വെറുതെ സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ കാഷ്വലായിട്ട് പറയുമ്പോൾ ഐ വിഷ് ഐ വാസ് ടോളർ എന്നും പറയാം. അടുത്തത്, നമുക്ക് കാർ ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പോൾ കാറില്ല, കാറ് വാങ്ങാനൊരു പ്ലാനും ഇല്ല, പക്ഷെ ഞാൻ വെറുതെ അങ്ങനെ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇത് പണ്ടുണ്ടായിരുന്നെങ്കിൽ എന്നല്ല കേട്ടോ, ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പം എന്താ പറയുക? ഐ വിഷ് ഐ ഉണ്ടാവുക എന്നുള്ളതിന് ടു ഹാവ് എന്നല്ലേ പറയേണ്ടത്, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റ് ടെൻസ് അല്ലേ വരേണ്ടത്, അപ്പോൾ ഹാഡ് വരും. ഐ വിഷ്, നമുക്കെന്ന് പറഞ്ഞുകൊണ്ട് ഐ അല്ല കേട്ടോ, വി പറയണം. ഐ വിഷ് വി ഹാഡ് എ കാർ. കേട്ടോ? ഐ വിഷ് വി ഹാഡ് എ കാർ. ക്ലിയർ ആയില്ലേ? ഇനി കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിങ്ങനെ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ചെറിയൊരു റിഗ്രറ്റോടെ, ഒരു ഖേദത്തോടെ ആഗ്രഹിക്കുന്നതെങ്കിൽ അതെങ്ങനെ പറയുന്നു നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസസ് എല്ലാം കാണാമല്ലോ. ഇവിടെ എല്ലാം നമ്മൾ പാസ്റ്റിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിരുന്നെങ്കിൽ എന്ന് കുറച്ചൊരു റിഗ്രറ്റോടെ വിഷ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ നോക്കൂ, നമ്മൾ നേരത്തെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ. അപ്പം ഇങ്ങനെ വിഷ് ചെയ്യുന്നത് ഞാനാണ് കേട്ടോ, അവിടെ അത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. അപ്പം എന്താ പറയുക നമ്മൾ? ഐ വിഷ്, എന്താണ് ഞാൻ വിഷ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ. ഐ വിഷ് വി ഹാഡ് മെറ്റ് ഏർലിയർ. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെ റിഗ്രറ്റോടെ നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ വേർബിൻ്റെ ഏത് ഫോമാണ് യൂസ് ചെയ്യുന്നത് നോക്കൂ? ഹാഡ് മെറ്റ് എന്നാണ് വന്നത്, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ഫോമാണിത്. അപ്പോൾ പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ഫോം എന്ന് വെച്ചാൽ ഹാഡിൻ്റെ കൂടെ നമ്മൾ വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് യൂസ് ചെയ്തത്, പാസ്റ്റ് പാർട്ടിസിപ്പിളാണിത്. അതിനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. ഞാൻ ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിച്ചിരുന്നെങ്കിൽ. അപ്പോൾ ഇപ്പോൾ എനിക്ക് പ്രായമായി, ഞാനിപ്പോൾ പഴയ കാര്യത്തെക്കുറിച്ച് കുറച്ച് റിഗ്രറ്റോടെ വിചാരിക്കുകയാണല്ലോ, വിഷയാണല്ലോ. എന്ത് പറയും? ഐ വിഷ് ഐ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് വെൻ ഐ വാസ് എ ചൈൽഡ്. കണ്ടോ? ചെറുപ്പത്തിൽ, വെൻ ഐ വാസ് എ ചൈൽഡ്, കുട്ടിയായിരുന്നപ്പോൾ എന്നർത്ഥം. അപ്പോൾ ഐ വിഷ് ഐ ഹാഡ് സ്റ്റഡീഡ് എന്നാണ് വന്നത്. കണ്ടോ? ഹാഡിൻ്റെ കൂടെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം, പാസ്റ്റ് പെർഫെക്റ്റ് ആണിത്. ഇനി ഞാൻ പണ്ട് ആ ജോലി സ്വീകരിച്ചിരുന്നെങ്കിൽ. അപ്പോൾ പണ്ടെന്ന് ഞാനിവിടെ എടുത്ത് പറഞ്ഞത് ഇത് പാസ്റ്റിലെ കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് പറയും? ഐ വിഷ്, ജോലി സ്വീകരിക്കുക എന്നുള്ളതിന് ടു അക്സെപ്റ്റ് എ ജോബ് എന്ന് പറയും അല്ലേ. ഐ വിഷ് ഐ ഹാഡ് അക്സെപ്റ്റഡ് ദ ജോബ്. കണ്ടോ? ഐ വിഷ് ഐ ഹാഡ് അക്സെപ്റ്റഡ് ദ ജോബ്. അടുത്തത്, ഞാൻ അങ്ങനെ പറയാതിരുന്നെങ്കിൽ. എന്തോ പറഞ്ഞു പോയി, ഇപ്പോൾ നമുക്ക് തോന്നുകയാണ് അങ്ങനെ പറയാതിരുന്നെങ്കിൽ. എന്ത് പറയും? ഐ വിഷ്, ഇവിടെ നെഗറ്റീവ് വരണം കേട്ടോ. ഐ വിഷ്
ഐ ഹാഡിൻറ്റ് സെഡ് ദാറ്റ്. കണ്ടോ എന്താ വന്നതെന്ന്? ഐ വിഷ് ഐ ഹാഡിൻറ്റ് സെഡ് ദാറ്റ്. ഹാഡിൻ്റെ നെഗറ്റീവ് വന്നു, ഹാഡിൻറ്റ് സെഡ് ദാറ്റ്. ക്ലിയർ അല്ലേ ഇപ്പോൾ? അപ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെ വിഷ് ചെയ്യുന്നതെങ്കിൽ അവിടെ വേർബ് പാസ്റ്റ് ടെൻസിൽ വരണം. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെ ഖേദത്തോടെ പറയുന്നതെങ്കിൽ അവിടെ ഐ വിഷ് കഴിഞ്ഞിട്ട് വേർബിൻ്റെ കൂടെ ആ വേർബിൻ്റെ ഹാഡ് പ്ലസ് V3 ഫോം വരണം, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ഫോം വരണം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുറച്ചധികം ഫ്രേസസ് പഠിച്ചല്ലോ. ഇതിനെ ബേസ് ചെയ്ത് ഞാനിവിടെ 3 സെൻറ്റൻസസ് നിങ്ങൾക്ക് തരികയാണ്. ഇത് 3ഉം നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിച്ചു നോക്കൂ. അത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. ആദ്യത്തത്, അതുകൊണ്ടാണ് ഞാൻ പോയത്. അതുകൊണ്ടാണ് ഞാൻ പോയത്. പോവുക എന്നുള്ളതിന് ടു ഗോ എന്നല്ലേ പറയുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് വെൻറ്റ് ആണ്, അറിയാലോ. അടുത്തത്, ഞാനൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ, അതായത് ഇപ്പോൾ പ്രസൻറ്റിലെ കാര്യമായിരിക്കാം പറയുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കാം. ഞാനൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ, അങ്ങനെ വിഷ് ചെയ്യാണ് കേട്ടോ ഞാൻ. അടുത്തത്, എനിക്ക് അവരെ പറ്റി ചിന്തിക്കാതിരിക്കാനാകുന്നില്ല. എനിക്ക് അവരെ പറ്റി ചിന്തിക്കാതിരിക്കാൻ ആകുന്നില്ല. ഇത് 3ഉം നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കൂ. അത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ അതിനെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഇത് താല്പര്യമുള്ളവർക്ക്, അത് ഹെൽപ്ഫുൾ ആവുന്നവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. പിന്നെ അധികം താമസിയാതെ നമുക്ക് അടുത്ത എപ്പിസോഡുമായി കണ്ടുമുട്ടാം. അതുവരെ ബൈ.